നമസ്കാരം. ജമ്മു കാശ്മീരിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന കണക്കനുസരിച്ച് 57% പോളിംഗ് ആണ്, ഭേദപ്പെട്ട നിലയിലുള്ള പോളിംഗ് ആണ് ഈ രണ്ടാം ഘട്ടത്തിലും ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആവേശം ഉയർത്തുന്ന ഒരു വാർത്ത എന്നത്. അതായത് 26 മണ്ഡലങ്ങളാണ് ജമ്മു കാശ്മീരിൽ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. 239 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടിയത്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 18-ാം തീയതി ഒന്നാം ഘട്ട വോട്ടെടുപ്പുകൾ നടന്നിരുന്നതാണ്. ആ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 24 മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ഇപ്പോൾ ആകെ 50 മണ്ഡലങ്ങൾ ഇതിനോടകം തന്നെ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 61% പോളിംഗ് ശതമാനം എന്നത്. പല മണ്ഡലങ്ങളിലും വളരെ ഉയർന്ന വോട്ടിംഗ് ശതമാനം തന്നെയായിരുന്നു ഒന്നാം ഘട്ടത്തിൽ നടന്നത്. രണ്ടാം ഘട്ടത്തിലും ഒന്നാം ഘട്ടത്തെ അപേക്ഷിച്ച് അല്പം വോട്ടിംഗ് ശതമാനം കുറവാണ് എങ്കിൽ കൂടി ഭേദപ്പെട്ട നിലയിലായിരുന്നു വോട്ടിംഗ് ശതമാനം. ഈ സംഘർഷബാധിത മേഖലകളിലെല്ലാം വളരെ ഉയർന്ന വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തും സംഘർഷം നടന്ന പൂഞ്ച് പോലുള്ള മേഖലകളിൽ 79% വരെയാണ് ഓരോ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. എന്തായാലും ശരാശരി രണ്ടാം ഘട്ട പോളിംഗിൽ 57% ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച്. ഇത് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിനേക്കാൾ അല്പം കുറവായിരിക്കും രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിലെ പോളിംഗ് എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഒക്ടോബർ 1-ാം തീയതിയാണ് മൂന്നാം ഘട്ട പോളിംഗ് ജമ്മു കാശ്മീരിൽ നടക്കുക. 3 ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മു കാശ്മീരിൽ പോളിംഗ് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നത്. ഒക്ടോബർ 8-ാം തീയതിയാണ് ജമ്മു കാശ്മീരിൽ ഫലം വരിക. BJPയും അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്ന മുന്നണിയും PDPയും തമ്മിലാണ് മത്സരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ PDPക്കായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിരുന്നത്. 2-ാം സ്ഥാനത്ത് BJP ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടികളും ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി, തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മുന്നണി ഉണ്ടാക്കി അവിടെ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. ആ സർക്കാർ ഭരണം തുടരവെയാണ് അവിടെ രാഷ്ട്രപതി ഭരണം ഉണ്ടാകുന്നതും BJP പിന്തുണ പിൻവലിക്കുന്നതും അതിനുശേഷം ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നതുമെല്ലാം. എന്തായാലും ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം ജമ്മു കാശ്മീരിലെ സ്ഥിതി അത് സമാധാന ജീവിതത്തിലേക്ക് മടങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായി 90കളിൽ ജമ്മു കാശ്മീരിൽ നിന്നും പലായനം ചെയ്ത ഒരു വലിയ വിഭാഗം ജനങ്ങൾ സംസ്ഥാനത്തേക്ക് തിരികെ എത്തിയിരുന്നു. അവർക്കും കൂടി വോട്ടവകാശമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നിയമസഭയിലേക്ക് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചിരുന്നു. ഇതിൽ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി തന്നെ തുടരും. മറ്റ് മേഖലകൾ അവിടെ മണ്ഡല പുനർനിർണയം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതായാലും 50 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി തന്നെ പൂർത്തിയായിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജമ്മു കാശ്മീരിൽ എപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാവുക പതിവായിരുന്നു. വിഘടനവാദി സംഘടനകളും പാകിസ്ഥാൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുമെല്ലാം വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകിയിരുന്നു. വോട്ട് ചെയ്യാൻ എത്തുന്ന വോട്ടർമാരെ ആക്രമിക്കുക, ബൂത്ത് പിടിക്കുക, സ്ഫോടനങ്ങൾ നടത്തുക, ഇതെല്ലാം ഈ ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പൊതു സ്വഭാവമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ഘട്ട തിരഞ്ഞെടുപ്പുകളും പൂർത്തിയാകുമ്പോൾ ഒരു അനിഷ്ട സംഭവം പോലും റിപ്പോർട്ട് ചെയ്യാതെ തീർത്തും സമാധാനപരമായിട്ടാണ് ജമ്മു കാശ്മീരിൽ ഈ 2 ഘട്ട തിരഞ്ഞെടുപ്പും അവസാനിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൽ ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വോട്ടിംഗ് ശതമാനവും അല്ലെങ്കിൽ വലിയ ജനപങ്കാളിത്തവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ ആവേശത്തോടുകൂടി ജനങ്ങൾ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും കടത്തിവെട്ടിക്കൊണ്ടുള്ള ഒരു ആവേശമാണ് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാന കാര്യം, ഈ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിൽ നിരീക്ഷകരായി ഏതാണ്ട് 16ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, നയതന്ത്ര പ്രതിനിധികൾ ഈ കഴിഞ്ഞ ദിവസം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് വീക്ഷിക്കാനായി സംസ്ഥാനം സന്ദർശിച്ചു എന്നുള്ളതാണ്. ഭാരത സർക്കാരിൻ്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഈ 16 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളുടെ സംഘം ജമ്മു കാശ്മീർ സന്ദർശിച്ചത്. തീർച്ചയായും അവരെല്ലാം
നേതാക്കളെല്ലാം ഇക്കാര്യത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക അടക്കമുള്ള 16 ലോക രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ജമ്മു കശ്മീരിൽ എത്തിയത്. ഇങ്ങനെ ഒരു വിദേശ സംഘം വരുന്നതിനെ ചില പ്രതിപക്ഷ കക്ഷികളും പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും വിമർശിച്ചതാണ്. എന്തായാലും പാകിസ്ഥാനും ചൈനയും ഒന്നും ഇക്കാര്യത്തിൽ ഒന്നും പറയേണ്ടതില്ല. കാരണം ഇത് ഇന്ത്യയുടെ മാത്രം ആഭ്യന്തര കാര്യമാണ്. പക്ഷേ അവരുടെ അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ വിദേശ പ്രതിനിധികളെ കൊണ്ടുവന്നതിനെ അവർ ശക്തമായി തന്നെ എതിർക്കുകയാണ്. അതായത് ഇതിനു മുന്നേ ഇതാദ്യമായിട്ടാണ് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിൽ വിദേശ നിരീക്ഷകരെ അനുവദിക്കുന്നത്. ഇതിനു മുന്നേ ഒന്നും രാജ്യം ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലേക്ക് വിദേശ നിരീക്ഷകരെ അനുവദിച്ചിരുന്നില്ല. കശ്മീർ വിഷയത്തിൽ ഒരു വിദേശ ഇടപെടലും അനുവദിക്കില്ല എന്നതായിരുന്നു രാജ്യത്തിൻ്റെ നിലപാടെന്നും BJP സർക്കാർ ഇത് മാറ്റിയിരിക്കുകയാണ് എന്നുമാണ്. അങ്ങനെ ഒരു ഭാഗത്ത് പറയുമ്പോഴും G20 പോലുള്ള സമ്മേളനങ്ങൾ നടത്തുകയും ഇതാ നിരീക്ഷകരെ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു എന്ന ഒരു ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഈ നിരീക്ഷണം എന്നത് അല്ലെങ്കിൽ G20 സമ്മിറ്റ് എന്നത് ഇതൊന്നും ഒരു തരത്തിലുള്ള ഇടപെടലല്ല, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്കുള്ള ഇടപെടലല്ല. മറിച്ച് എത്ര സമാധാനപരമായിട്ടാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും ജനങ്ങൾ എത്രത്തോളം ഈ ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്നുവെന്നും ലോകത്തെ കാട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രതിനിധി സംഘത്തെ ജമ്മു കാശ്മീരിലേക്ക് ക്ഷണിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.